പുരുഷന്മാരുടെ ഒരു ചെറിയ സംഘം ഒരു മൂലക്ക് താഴ്ന്ന സ്വരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായം ആവേശത്തോടെ പറയുകയും ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലർ ഈശോയെ കുറ്റപ്പെടുത്തുന്നു, ചിലർ പിന്താങ്ങുന്നു, ചിലർ ഈ രണ്ടുപേരോടും കുറെ കൂടി പക്വമായ വിധി തീർപ്പിനായി ആഹ്വാനം ചെയ്യുന്നു. അവസാനം അധികം വിരോധം കാണിച്ച ചുരുക്കം ആളുകൾ അവർ മറ്റു രണ്ട് ഗ്രൂപ്പുകളേക്കാൾ എണ്ണത്തിൽ കുറവാണ്. അവരുടെ അഭിപ്രായം മയപ്പെടുത്തി മധ്യമാർഗത്തിലേക്ക് വരുന്നു. അവർ പത്രോസിന്റെ അടുക്കലേക്ക് പോവുകയാണ്. പത്രോസും സൈമണും കൂടെ അത്ഭുതകരമായി സുഖപ്പെട്ട രോഗികളെ വഹിച്ചുകൊണ്ട് വന്നിരുന്ന 3 മഞ്ചം ചുമലിൽ വഹിച്ചുകൊണ്ട് പോവുകയാണ്. ഇനി അവ ആവശ്യമില്ലല്ലോ. തീർത്ഥർക്കായുള്ള സ്വീകരണ മുറിയായിരിക്കുന്ന ആ വലിയ മുറിയിലേക്ക് ചെന്ന് ഈ ആളുകൾ വലിയ പാവത്തോടെ പത്രോസിനോട് പറയുന്നു, ഹേ ഗലീലയക്കാരാ, ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കൂ. പത്രോസ് തിരിഞ്ഞവരെ നോക്കുന്നു. അപൂർവ ജന്തുക്കളെ എന്ന പോലെ നോക്കുകയാണ്. ഒന്നും പറയുന്നില്ല. എന്നാൽ ആ മുഖത്തെ ഭാവം വളരെ നന്നായിരിക്കുന്നു. സൈമൺ ഒന്ന് നോക്കിയ ശേഷം ഒന്നും പറയാതെ സ്ഥലം വിട്ടു. വന്നവർ 5 പേരും ഒരു പിടിയും കിട്ടാതെ പരിങ്ങലിലായി. 5 പേരിൽ ഒരാൾ വീണ്ടും സംസാരിച്ചു തുടങ്ങുകയായി. ഞാൻ ഗുമസ്തൻ സാമുവേലാണ്. ഇയാൾ സാദോക്ക്, മറ്റൊരു ഗുമസ്തൻ. ഇത് ഏലിയാസർ, എല്ലാവരും അറിയുന്ന ശക്തനായ ഒരു യൂദയാക്കാരൻ. ഇതാണ് പ്രസിദ്ധനായ മൂപ്പൻ കല്ലസ്ബോണ. ഈ അവസാനത്തെ ആൾ നാഹും. നിനക്ക് മനസ്സിലായോ? നാഹും അവന്റെ സ്വരത്തിന്റെ ഈണം ഒരു പ്രകടനം തന്നെ. ഓരോ പേരും പറയുമ്പോൾ പത്രോസ് തല അല്പം കുനിക്കുന്നു. എന്നാൽ അവസാനത്തെ പേര് കേട്ടപ്പോൾ തല കുനിച്ചു പകുതിയായ പത്രോസ് അതേ നിൽപ്പിൽ നിന്നുകൊണ്ട് ഒരു താല്പര്യവും ഇല്ലാതെ പറയുന്നു, എനിക്കറിഞ്ഞുകൂടാ, ഒരിക്കലും ഇത് കേട്ടിട്ടേയില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ പരുക്കൻ മുക്കുവൻ. ഇവൻ അന്നാസിന്റെ നിക്ഷേപ അധികാരിയാണെന്ന് ഓർമ്മ വേണം. എനിക്ക് അന്നാസിനെ അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്നത് പല സ്ത്രീകൾക്കും അന്ന എന്ന പേരുണ്ട് എന്നാണ്. അവരുടെ ഒരു കൂട്ടം തന്നെ കഫർനാമിലുണ്ട്. എന്നാൽ ഇതിൽ ആരുടെ നിക്ഷേപ അധികാരിയാണ് ഇവനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവനോ? എന്നെ ഇവനെന്ന് വിളിക്കുന്നോ? ഞാൻ പിന്നെ എന്താണ് പറയേണ്ടത്? കഴുതയെന്നോ പറവയെന്നോ? ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ ടീച്ചർ എന്നെ പഠിപ്പിച്ചത് ഒരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ എന്ന് പറയണമെന്നാണ്. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണ്. ഈ വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടതുപോലെ ആ മനുഷ്യനെ കോപം ജ്വലിക്കുന്നു. ആദ്യം സംസാരിച്ച മറ്റേയാൾ വിശദീകരിക്കുന്നു, അന്നാസ് കയ്യഫാസിന്റെ അമ്മായിയപ്പനാണ്. കൊള്ളാം. ഞങ്ങൾക്ക് അമർഷമുണ്ടെന്ന് ഞാൻ നിന്നോട് പറയുന്നു. എന്തിനെക്കുറിച്ച്? കാലാവസ്ഥയെക്കുറിച്ചോ? എനിക്കും അമർഷമുണ്ട്. ഇന്ന് 3 പ്രാവശ്യം ഞാൻ വസ്ത്രം മാറ്റി. ഇനി ഉണങ്ങിയ വസ്ത്രമൊന്നുമില്ല താനും. ചാബല്യം കാണിക്കാതെ. ചപലതയോ? ഇത് സത്യമാണ്. കാലാവസ്ഥയിൽ നിമിഷങ്ങൾക്ക് അമർഷമില്ലെങ്കിൽ പിന്നെ എന്ത്? റോമാക്കാരോടാണോ അമർഷം? നിങ്ങളുടെ ഗുരുവിനോട്, ആ കള്ളപ്രവാചകനോട്. ഹേയ് പ്രിയ സാമുവേൽ, സൂക്ഷിച്ച് സംസാരിക്കും. ഞാൻ ഉണർന്നാൽ കായൽ പോലെയായിരിക്കും. മരിച്ചതുപോലുള്ള അനക്കമില്ലായ്മയിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് കൊടുങ്കാറ്റായി ഞാൻ മാറും. അതുകൊണ്ട് എന്താണ് സംസാരിക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളൂ. സബദി പുത്രന്മാരും അൽഫീസിന്റെ മക്കളും കറിയോത്തുകാരനും സൈമണും കൂടെ വന്ന് പത്രോസിന്റെ ചുറ്റിലുമായി നിൽക്കുന്നു. പത്രോസ് കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. സിയോനിലെ വലിയ ആളുകളെ പരിഷ്കാരമില്ലാത്ത നിന്റെ കൈകൾ കൊണ്ട് തൊട്ടുപോകരുത്. ഓ മാന്യരായ യുവഹോമളന്മാർ, നിങ്ങൾ എൻ്റെ ഗുരുവിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും പറപ്പിച്ച് കിണറ്റിലിടും. അപ്പോൾ നിങ്ങൾ ശരിക്കും ശുദ്ധിയാക്കപ്പെടും. അകത്തും പുറത്തും ശുദ്ധി വരും. ദേവാലയത്തിലെ പണ്ഡിതരായ നിങ്ങളുടെ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സ്വകാര്യ ഭവനമാണ്. സൈമൺ ശാന്തമായി പറയുന്നു. കറിയൂത്തുകാരൻ ആ കാര്യം ഒന്നുകൂടെ ഉറപ്പിച്ച് ഇങ്ങനെയും കൂട്ടിച്ചേർക്കുന്നു. ഗുരു എപ്പോഴും മറ്റുള്ളവരുടെ ഭവനങ്ങളോട് ഏറ്റവും വലിയ ബഹുമാനത്തോടെയാണ് വർത്തിക്കുന്നത്. ഏറ്റവും അധികമായി കർത്താവിന്റെ ഭവനത്തെയും ബഹുമാനിക്കുന്നു. ആ ബഹുമാനം അവന്റെ ഭവനത്തോട് നിങ്ങളും കാണിക്കേണ്ടതാണ്. മിണ്ടാതിരിക്കൂ, നീ സൂത്രശാലിപ്പുഴു. എന്ത് കാര്യത്തിൽ സൂത്രം? നിങ്ങൾ അറപ്പുളവാക്കുന്നവരാണ്. ഒട്ടും അറപ്പില്ലാത്തിടത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഇരുന്ന് പൂർണ്ണ അഴിമതിക്കാരനാകാതെ എന്നെ ദൈവം കടാക്ഷിച്ച് അനുഗ്രഹിച്ചു. ചുരുക്കത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അൽഫീസിന്റെ പുത്രൻ ജെയിംസ് കർക്കശമായി ചോദിക്കുന്നു. അപ്പോൾ നീ ആരാണ്? ഞാൻ അൽഫീസിന്റെ പുത്രൻ ജെയിംസ് ആണ്. അൽഫീസ് ജെയിംസിന്റെ പുത്രൻ. ജെയിംസ് മാത്താന്റെയും മാത്താൻ ഏലിയാസറിന്റെയും ഏലിയാസർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വംശാവലി ദാവീദ് രാജാവ് വരെ ഞാൻ പറയാം. ദാവീദിൽ നിന്നാണ് എൻ്റെ വംശത്തിൻ്റെ ആരംഭം. ഞാൻ മിശിഹായുടെ ഒരു സഹോദരനുമാണ്.
അതിനാൽ നിങ്ങൾ എന്നോട് സംസാരിക്കൂ. ഞാനൊരു രാജവംശത്തിൽപ്പെട്ടവനാണ്, യൂദയാക്കാരനുമാണ്. ഗമാലിയേലിനേക്കാളും കയ്യാഫാസിനേക്കാളും കൂടുതലായി ദൈവത്തെ അറിയുന്ന പരമാർത്ഥതയുള്ള ഒരു ഇസ്രായേൽക്കാരനോട് സംസാരിക്കാൻ നിങ്ങളുടെ ധാർഷ്ട്യം അനുവദിക്കുന്നില്ലെങ്കിൽ എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പറയും. നിന്റെ ഗുരുവും ബന്ധുവുമായവൻ വ്യഭിചാരികളെ ശിഷ്യകളാക്കുന്നു. ആ മൂടുപടം ധരിച്ചിരിക്കുന്ന സ്ത്രീ അത്തരം ഒരുവളാണ്. അവൾ സ്വർണം വിൽപ്പന നടത്തിയപ്പോൾ ഞാൻ അവളെ കണ്ടു. അവളെ ഞാൻ തിരിച്ചറിഞ്ഞു. അവൾ ഷെമയുടെ കാമുകിയാണ്. എന്നാൽ അവനിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുന്നു. അത് അവന് എത്ര ആക്ഷേപമായി പോയി. ആർക്ക്? റബ്ബി ഷെമയ്ക്ക. അങ്ങനെയെങ്കിൽ അവളൊരു വയസ്സി കുതിരയായിരിക്കണം. അതുകൊണ്ട് അപകടമുണ്ടാകില്ലല്ലോ. കറിയോത്തുകാരൻ പരിഹസിച്ചു പറയുന്നു. വിഡി, നീ മിണ്ടാതിരിക്കൂ. ഹേറോദസിന്റെ പ്രിയപ്പെട്ടവൻ എൽക്കിയുടെ ക്ഷമയാണ്. കൊള്ളാം. ഇപ്പോൾ ഇതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവനോട് അവൾക്ക് വലിയ താല്പര്യമില്ലെന്നാണ്. അവന്റെ കൂടെയാണല്ലോ അവൾ കിടക്കേണ്ടത്, നിന്റെ കൂടെയല്ലല്ലോ. പിന്നെ എന്തിനു നീ വിഷമിക്കുന്നു? കറിയൊത്തുകാരൻ നല്ല കല്ലുവെച്ച കുത്തുവാക്കുകൾ പറയുന്നു. ഏയ് മനുഷ്യ, ചാരവൃത്തി നടത്തുന്നത് കൊണ്ട് നിന്നെ തന്നെയാണ് നീ അപമാനിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അൽഫീസിന്റെ മകൻ യൂദാസ് ചോദിക്കുന്നു. അതുപോലെ തന്നെ പാപം ചെയ്യുന്നതിനായി തന്നെ തന്നെ താഴ്ത്തുന്നവൻ സ്വയം അപമാനിക്കുന്നുവെന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഒരു പാപിയെ രക്ഷിക്കാൻ പരിശ്രമിക്കുന്നത് നന്മയല്ലേ? എൻ്റെ ഗുരുവും സഹോദരനുമായവനെ എന്തിനാണ് നിന്ദിക്കുന്നത്? പ്രസംഗിക്കുമ്പോൾ കാമാസക്തിയുള്ള തുപ്പലുകൊണ്ട് അശുദ്ധമായ സിയോൻ നിവാസികളുടെ ചെവിയിലും ആ ശബ്ദം എത്തിയെങ്കിൽ എന്തിന് ഗുരുവിനെ ആക്ഷേപിക്കുന്നു? അവന്റെ ശബ്ദം ഹാ ഹാ. അവന് നിന്റെ ഗുരുവും സഹോദരനുമായവന് വയസ്സ് 30. അവന് മറ്റുള്ളവരെക്കാൾ കൂടിയ കാപട്യക്കാരനാണ്. എന്നിട്ട് നിങ്ങളെല്ലാം രാത്രിയിൽ സുഖമായി ഉറങ്ങുന്നു. നീ ദുഷ്ടസത്വം, ഇറങ്ങിവിടുന്ന്, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലും. പത്രോസ് ഉച്ചത്തിൽ പറയും. ജെയിംസും ജോണും അത് ആവർത്തിച്ച് പറയുകയാണ്. എന്നാൽ സൈമൺ ഇത്രമാത്രം പറയുന്നു. നിങ്ങൾക്ക് കഷ്ടം. നിങ്ങളുടെ കാപട്യം എത്ര വലുത്! അത് തിരടി പുറത്തേക്ക് വരുന്നു. ഒരു പുഷ്പത്തിന്മേൽ ഇരിക്കുന്ന ഒച്ചിനെ പോലെ നിങ്ങളുടെ തുപ്പലെല്ലാം മലിനമാക്കുന്നു. പുറത്തിറങ്ങിപ്പോകൂ. ഒരു മനുഷ്യനാകാൻ ശ്രമിക്കൂ. ഇപ്പോൾ നിങ്ങൾ തുപ്പലാണ്. സാമുവൽ, നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. നിന്റെ ഹൃദയം എപ്പോഴും ഇങ്ങനെ തന്നെ. ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. എൻ്റെ മുമ്പിൽ നിന്നും ദൂരെ പോകും. ദേഷ്യം കൊണ്ട് തിളക്കുന്ന പത്രോസിനെ കറിയോത്തുകാരനും അൽഫീസിന്റെ മകൻ ജെയിംസും കൂടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. യൂദാസ് തദ്ദേവൂസ് തന്റെ സഹോദരനെ പോലെ തന്നെ ഈശോയെ പോലെ നീലിമയാർന്ന പ്രകാശവും രാജകീയമായ അന്തസ്സുമുള്ള മുഖഭാവവും നോട്ടവും ഉള്ളവനാണ്. ഇപ്പോൾ അതൊന്നുകൂടെ തെളിഞ്ഞു കാണുന്നു. ഇടിവെട്ടുന്നത് പോലുള്ള ശബ്ദത്തിൽ യൂദാസ് പറയുന്നു, നിർദോഷിയായ ഒരു മനുഷ്യനെ അപമാനിക്കുന്നവൻ തന്നെ തന്നെയാണ് അപമാനിക്കുന്നത്. ദൈവം നമുക്ക് കാഴ്ചയും സംസാരശക്തിയും തന്നത് സൽപ്രവൃത്തികൾ ചെയ്യാനാണ്. ഏഷ്ണിക്കാരൻ അത് ദുരുപയോഗിക്കുകയും അതിനെ ഹീനമാക്കുകയും ചെയ്യുന്നു. തിന്മ ചെയ്യാൻ അവയെ ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങളുടെ നരച്ച മുടിക്ക് അപമാനം വരുത്തുന്ന ഒരു പ്രവൃത്തി ചെയ്തു. എന്നെ തന്നെ മലിനമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദുഷ്ടരായ മനുഷ്യർ നീതിമാനായവനെ വെറുക്കുന്നുവെന്നും ബോഷൻ തന്നെ തന്നെ ഒറ്റുകൊടുക്കുകയാണെന്നും മനസ്സിലാക്കാതെ പക വീട്ടുന്നുവെന്നും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അന്ധകാരത്തിലിരിക്കുന്നവൻ പുഷ്പിച്ചു നിൽക്കുന്ന ഒരു മരക്കൊമ്പ് ഒരു ഇഴജന്തുവാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ പ്രകാശത്തിൽ ജീവിക്കുന്നവൻ കാര്യങ്ങൾ ഉള്ളതുപോലെ കാണുന്നു. അവയെ മേൽ കരുതേക്കപ്പെടുന്നുവെന്ന് കണ്ടാൽ നീതിയെ പ്രതി അവൻ അവയെ എതിർക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ പ്രകാശത്തിൽ ജീവിക്കുന്നു. ഞങ്ങൾ പ്രകാശത്തിന്റെ മക്കളായ വിശുദ്ധമായ തലമുറയാണ്. സ്ത്രീയെയോ പാപത്തെയോ അറിയാത്ത പരിശുദ്ധനായവനാണ് ഞങ്ങളുടെ നേതാവ്. ഞങ്ങൾ അവനെ അനുഗമിക്കുകയും ശത്രുക്കളിൽ നിന്ന് അവനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ശത്രുക്കളെ വെറുക്കാനുള്ള അവർക്കായി പ്രാർത്ഥിക്കാനാണ് അവൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ വൃദ്ധരായി. എന്നാൽ ചെറുപ്പക്കാരനായ ഒരുവനിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അവൻ പക്വതയേറിയവനാണ്. ജ്ഞാനം അവന്റെ ഗുരുവായതുകൊണ്ടാണ്. നന്മ ചെയ്യുന്നതിൽ ശ്രദ്ധയില്ലാത്തവനും സംസാരത്തിൽ തിടുക്കമുള്ളവനും അവനല്ല. പോകും. നിങ്ങളെ അയച്ചവരോട് ദൈവം തന്നെ മഹത്വത്തിൽ ഈ എളിയ ഭവനത്തിൽ വസിക്കുന്നുവെന്ന് അറിയുക. മോറിയ മലയിലുള്ള അശുദ്ധമാക്കപ്പെട്ട ഭവനത്തിലല്ല ദൈവം വസിക്കുന്നത്. ദൈവം നിങ്ങളോട് കൂടെ. 5 പേരും മറുപടി പറയാൻ ധൈര്യപ്പെടാതെ തിരിച്ചു പോകുന്നു. ഈശോ ഇപ്പോഴും താൻ അത്ഭുതത്താൽ സുഖപ്പെടുത്തിയവരുടെ കൂടെയാണ്.
ഈശോയോടെല്ലാം പറയണമോ വേണ്ടയോ എന്ന് ശിഷ്യർ ആലോചിക്കുന്നു. പറയുന്നതാണ് നല്ലതെന്ന് തീരുമാനമെടുത്ത ഈശോയുടെ പക്കൽ ചെന്ന് എല്ലാം പറയുന്നു. ഈശോ ശാന്തനായി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു, എന്നെ സംരക്ഷിച്ചതിന് നന്ദി. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുവനുള്ളതാണ് അവൻ കൊടുക്കുന്നത്. എന്നാലും അവർ പറഞ്ഞ മുഴുവൻ തെറ്റല്ല. നമുക്ക് കാണാൻ കണ്ണുണ്ടല്ലോ, ധാരാളം പേർ കാണുന്നുണ്ട്. ഒരു നായയെ പോലെ അവൾ എപ്പോഴും അവിടെയുണ്ട്. അതുകൊണ്ട് നിനക്കൊരു നന്മയും ഉണ്ടാകുന്നില്ല. ശിഷ്യർ പലരും അഭിപ്രായപ്പെടുന്നു, അവളെ അലട്ടേണ്ട, എൻ്റെ തലക്ക് വന്നുകൊള്ളുന്ന കല്ല് അവളായിരിക്കില്ല. അവൾ രക്ഷ പ്രാപിക്കുന്നെങ്കിൽ അത്ര വലിയ സന്തോഷത്തിനായി ഒരു വിമർശനം സഹിക്കുന്നത് ഉചിതമത്രേ. ആ മാധുര്യമേറിയ മറുപടിയോടുകൂടെ ദർശനം അവസാനിക്കുന്നു.